വെൽക്കം ബാക്ക് ടു ടെക് ലെയർ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൺ ദി സബ്ലൈം ബൈ ലോഞ്ചിനിയസ് ആണ്. ഡീറ്റെയിൽഡായിട്ട് ഉള്ള എല്ലാ ആസ്പെക്റ്റും നോക്കി ഇത് മെയിൻലി നെറ്റ് അതുപോലെ തന്നെ MA ഇംഗ്ലീഷ് പഠിക്കുന്നവർ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള നോട്ട്സ് ആണ്. നല്ല ക്ലിയർ ആയിട്ടുള്ള നോട്ട്സാണ്. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു വീഡിയോ കാണുമ്പം നിങ്ങൾക്ക് ഈ ഒരു എസ്സേ എന്താണെന്ന് മനസ്സിലായിരിക്കും. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ ഇതിൻ്റെ നോട്ട്സ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ചാനലിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും. അവിടെ കയറി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് MA ഇംഗ്ലീഷിലുള്ള എല്ലാ നോട്ട്സും അവൈലബിൾ ആയിരിക്കും. അതായത് എല്ലാ നോട്ട്സിനും എല്ലാ ഗ്രൂപ്പ് തിരിച്ച് എല്ലാം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. സോ ആവശ്യമുള്ളവർക്ക് നോക്കുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് നമുക്ക് ചെറിയൊരു ഇൻട്രൊഡക്ഷനിലോട്ട് പോകാം. ഓൺ ദി സബ്ലൈം എഴുതിയത് ലോഞ്ചിനസ് ആണ്. ലോഞ്ചിനസ് ജീവിച്ച് ഇരുന്നു എന്ന് പറയപ്പെടുന്ന കാര്യം 213 273 ഇടയ്ക്കാണ്. പിന്നെ പുള്ളിക്കാരൻ ഒരു റിട്രേഷനിസ്റ്റ് ആണ്. ഓൾസോ എ ഫിലോസഫിക്കൽ ക്രിട്ടിക്. റിട്രേഷൻ എന്ന് വെച്ചാൽ ഒരു സ്പീച്ചൊക്കെ പറയുന്ന ഒരു വ്യക്തി, അതുപോലെ തന്നെ ഫിലോസഫിക്കൽ ക്രിട്ടിക്കും കൂടിയായിരുന്നു. നമ്മുടെ ഈ ഒരു ലോഞ്ചീനസിൻ്റെ നേറ്റീവ് പ്ലേസ് ക്ലിയർ ആയിട്ടില്ല. കുറച്ച് പേര് പറയുന്നു അതൊരു പൾമൈറ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. PALMAYRA ആ ഒരു പ്ലേസ് ആണെന്നാണ് പറയുന്നത്. പിന്നെ കുറച്ച് പേര് പറയുന്നു നമ്മളെ ലോഞ്ചീനസ് വന്നത് ഒരു സിറിയയിൽ നിന്നാണ് വന്നത്. അതുപോലെ തന്നെ കുറച്ച് പേര് പറയുന്നു എമേഴ്സ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തു നിന്നാണ് വന്നത്. സോ എന്തുകൊണ്ടാണ് പുള്ളിക്കാരൻ ഒരു സിറിയൻ പേഴ്സൺ ആണെന്ന് പറയാനുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പുള്ളിക്കാരൻ്റെ അമ്മ ഒരു സിറിയൻ പേഴ്സൺ ആണ്. രണ്ടാമത്തെ കാര്യം ഹിസ്റ്റോറിയ ഓസ്ട്രിയ എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. ആ ഒരു വർക്കിൻ്റെ അകത്ത് പുള്ളിക്കാരൻ സിറിയൻ ലാംഗ്വേജ് സ്പീക്ക് ചെയ്തു എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഈ ഒരു ലോഞ്ചീനസ് സിറിയക്കാരനാണെന്ന് പറയപ്പെടുന്നത്. പിന്നെ പൾമേറ എന്ന് പറഞ്ഞ ആ സ്ഥലത്തിനെ പറ്റി നമുക്ക് ഡിസ്ക്രിപ്ഷൻ വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. പിന്നെ പുള്ളിക്കാരൻ പ്ലേറ്റോനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ്. അതുപോലെ തന്നെ പ്ലേറ്റോയുടെ വർക്കുകൾ നല്ല രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്ത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പ്ലേറ്റോയുടെ ഡയലോഗ്സാണ് മെയിൻലി ക്രിട്ടിസൈസ് ചെയ്തത്. പിന്നെ ഈനിഫസ് എന്ന് പറയുന്ന ഒരാളുണ്ട്. പുള്ളിക്കാരൻ നമ്മുടെ ലോഞ്ചീസസിനെ വിളിച്ചത് എന്താണെന്നറിയോ? ലിവിങ് ലൈബ്രറി അല്ലെങ്കിൽ വാക്കിംഗ് മ്യൂസിയം എന്നാണ്. അപ്പം ലിവിങ് ലൈബ്രറി അല്ലെങ്കിൽ വാക്കിംഗ് മ്യൂസിയം, ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ നമ്മളെ ഈ ഒരു ലോഞ്ചീനസിനെ പോലെ ജഡ്ജ് ചെയ്യുക എന്ന് വെച്ചാൽ പെർഫെക്റ്റ് ക്രിറ്റിസിസം അല്ലെങ്കിൽ ടു ജഡ്ജ് കറക്റ്റ്ലി എന്നും മീനിങ് വരുന്നത്. അതായത് കറക്റ്റായിട്ട് എക്സാക്റ്റായിട്ട് പ്രിഫൈസായിട്ട് ജഡ്ജ് ചെയ്യുക എന്നുള്ളതിന് ഒരു വേറൊരു ടേമായിട്ട് അന്നത്തെ കാലത്ത് പറയുന്നത് ജഡ്ജ് ലൈക്ക് ലോഞ്ചീനസ് എന്നായിരുന്നു. പിന്നെ നമുക്ക് പൾമേറ എന്ന് പറഞ്ഞ ആ സ്ഥലത്തിനെ പറ്റി ചെറിയൊന്നായിട്ട് കണ്ടിട്ട് വരാം. പൾമേറയിലെ ഒരു രാജകുമാരിയായിരുന്നു സെനോബിയ. സെനോബിയയുടെ ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു ലോഞ്ചീനസ്. ഓക്കെ, ഇംഗ്ലീഷ് ടീച്ചറല്ല, ഗ്രീക്ക് ടീച്ചറായിരുന്നു ലോഞ്ചീനസ്. സോ ഈ ഒരു സെനോബിയയുടെ പൾമേറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ലൈബ്രറീസ് ഒന്നുമില്ല. നമ്മൾ നേരത്തെ കണ്ട ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് ലിവിങ് ലൈബ്രറി എന്ന ഈനിപ്പസ് നമ്മുടെ ലോഞ്ചീനസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു കഴിവുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു സ്ഥലത്തിലെ ക്വീൻ ആയിട്ടുള്ള സെനോബിയയുടെ ഗ്രീക്ക് ടീച്ചറായിട്ട് മാറാൻ നമ്മുടെ ലോഞ്ചേഴ്സിനെ പറ്റി. അത് കഴിഞ്ഞ് ലോഞ്ചേഴ്സിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഒരു പ്രൊമോഷനൊക്കെ കൊടുത്തു. അതായത് ടീച്ചറിൽ നിന്ന് ഒരു അഡ്വൈസർ എന്ന രീതിയിലേക്ക് ഒരു പ്രൊമോഷനൊക്കെ കൊടുത്തു. നമ്മുടെ ഈ ഒരു ലോഞ്ചേഴ്സ് പറഞ്ഞനുസരിച്ച് ഔറേലിയൻ എന്ന് പറയുന്ന കിങ് ഉണ്ട്. ആ കിങ് റോമൻ എംപറർ. അപ്പോൾ ഈ ഒരു റോമൻ എംപറർക്ക് സെനോബിയ ഒരു ലെറ്റർ എഴുതും. അതായത് ഞങ്ങൾക്ക് ഇൻഡിപെൻഡൻസ് വേണം എന്ന് പറഞ്ഞ ലെറ്റർ എഴുതും. പക്ഷേ ഈ ഒരു ലെറ്റർ ആക്സെപ്റ്റ് ചെയ്തില്ല റോമൻ എംപറർ. പിന്നെ അവർ തമ്മിൽ പൾമേറയും റോമൻ എംപററും തമ്മിൽ യുദ്ധമൊക്കെയായി. ആ ഒരു യുദ്ധത്തിനകത്ത് നമ്മുടെ പൾമേറ തോറ്റുപോയി. ആ ഒരു കാരണം കൊണ്ട്, അതായത് ലോഞ്ചേഴ്സ് കാരണമാണല്ലോ ഈ ലെറ്റർ എഴുതുക ഇങ്ങനെ യുദ്ധം ഉണ്ടാക്കിയത്. ആ യുദ്ധത്തിൽ തോറ്റുപോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മുടെ ലോഞ്ചീനസിനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എക്സിക്യൂട്ട് ചെയ്തു പൾമേറയിൽ സെനോബിയ. പിന്നെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഹോമറിക് ക്വസ്റ്റ്യൻസ് ഓൺ ദി ചീഫ് ആൻഡ് ഫിലോസഫിക്കൽ ഡിസ്കോഴ്സസ്, ഹൊമേറിയൻ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻസ്, വെദർ ഹോമർ ഈസ് എ ഫിലോസഫർ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള നമ്മുടെ ആ ഒരു ഇൻട്രൊഡക്ഷൻ വരുന്നത്. ഇനി ഓൺ ദി സബ്ലൈമിനെ പറ്റി നമുക്ക് നോക്കാം. ഓൺ ദി സബ്ലൈം എന്ന് വെച്ചാൽ ഒരു എസ്സേയാണ്. ഇതൊരു എസ്തെറ്റിക്കും അതുപോലെ തന്നെ ലിറ്റററി ക്രിറ്റിസിസവുമാണ്. ഇതിൻ്റെ ലാസ്റ്റ് പാട്ട്, അതല്ലെങ്കിൽ ഇതിന് എൻഡ് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതായത്
ഈ ഒരു വർക്ക് കംപ്ലീറ്റ് അല്ല, ഇതിൻ്റെ ലാസ്റ്റ് അന്നത്തെ ആ ഒരു വർക്കല്ല, അപ്പോൾ അത് നഷ്ടപ്പെട്ട് കാണുമല്ലോ. കുറച്ചൊക്കെ റിക്കവറി ചെയ്തെടുക്കാൻ പറ്റിയെങ്കിലും ബാക്കി അതിൻ്റെ അവസാനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. സോ അത് എന്തിനെ പറ്റിയിട്ടാണെന്ന് വെച്ചാൽ പബ്ലിക് സ്പീക്കിങ്ങിനെ പറ്റിയിട്ടാണ് കരുതപ്പെടുന്നു. പിന്നെ നമ്മുടെ ഈ ഒരു ലോഞ്ചീനസിനെ പേര് ശരിക്കും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, അതായത് ലോഞ്ചീനസ് എന്ന് തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. വേറെ പല പേരുകളും പറയുന്നുണ്ട്. സോ നമുക്ക് മെയിനായിട്ട് ലോഞ്ചീനസ് എന്ന് മാത്രം അറിഞ്ഞു വെച്ചാൽ മതി. പിന്നെ ഈ ഒരു വർക്കില്ലേ, ഈ ഒരു വർക്ക് ക്രിറ്റിസിസം, എസ്സേ, എന്ത് വേണമെങ്കിലും പറയാം. ഇത് ഒരു എപ്പിസ്റ്റോളറി ഫോമിൽ, അതായത് ലെറ്ററിൻ്റെ ഫോമിലാണ് എഴുതിയിരിക്കുന്നത്. ആർക്ക് വേണ്ടിയിട്ട് എഴുതിയേക്കുന്നതെന്ന് വെച്ചാൽ ടെറൻറ്റീനിയസ് ചിലപ്പം ലോഞ്ചീനസിൻ്റെ ഒരു ഫ്രണ്ട് ആയിരിക്കാം, ഇല്ലെങ്കിൽ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കാം. ഈ ഒരു ടെറൻറ്റീനിയസിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഓൺ ദി സപ്ലൈം എന്ന് പറയുന്ന ഈ ഒരു വർക്ക് എഴുതിയത്. പക്ഷേ ഇതിനു മുമ്പ് ഓൺ ദി സപ്ലൈം എന്ന് പറയുന്ന ഒരു വർക്ക് എക്സിസ്റ്റ് ചെയ്തിരുന്നു. അത് എഴുതിയത് സീസ്ലെസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഈ ഒരു സീസ്ലെസ് ഓൺ ദി സപ്ലൈം എന്ന് പറഞ്ഞ വർക്ക് എഴുതിയപ്പം അതിനകത്ത് കുറേ അധികം മിസ്റ്റേക്കുകളും അതിനോടൊപ്പം തന്നെ അതൊരു ഇൻകംപ്ലീറ്റഡ് ആയിരുന്നു. കുറേ എറർ ഉണ്ടായിരുന്നു, മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് പറയുന്നുമില്ലായിരുന്നു, എങ്ങനെ ഒരു സപ്ലിമെൻറ്റിലേക്ക് എത്താമെന്ന് പറയുന്നില്ലായിരുന്നു. അത് വായിച്ച ലോഞ്ചീനേഴ്സിന് തോന്നി ഇതിനേക്കാളും ബെറ്ററായിട്ട് ഉള്ള ഒരു വർക്ക് എഴുതിയേക്കാം, അല്ലെങ്കിൽ ഇതിനെ ഒന്ന് ക്രിറ്റിസൈസ് ചെയ്തേക്കാം. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഓൺ ദി സപ്ലൈം ബൈ ലോഞ്ചീനേഴ്സ് എഴുതുന്നത്. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് പറയുന്നത് സബ്ലിമിറ്റിനെ പറ്റിയാണ്, അതായത് സബ്ജക്റ്റ് മാറ്ററിനെ പറ്റി. ഓൾസോ ഈ ഒരു ടെറൻറ്റീനിയസിന് അറിയത്തില്ലായിരുന്നു എന്താണ് ഈ ഒരു സബ്ലിമിറ്റി എന്ന്. സോ പുള്ളിക്കാരന് മനസ്സിലാകുന്ന രീതിയിലാണ് ഈ ഒരു എസ്സേ എഴുതിയിരിക്കുന്നത്. ഇനി സബ്ലിമിറ്റി എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇറ്റ് ഈസ് എ സെൻസ് ഓഫ് ലോഫ്റ്റിനെസ്, അതായത് ഒരു നമ്മുടെ ഫീലിങ്സിനെ, നമ്മുടെ സെൻസിനെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതൊന്ന് ഇവോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സബ്ലിമിറ്റി എന്ന് പറയുന്നത്. എക്സലൻ്റ് ഇൻ ലാംഗ്വേജസിനകത്തൊക്കെ നല്ല എക്സലൻ്റ്, അതായത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇത്ര നല്ലതാണല്ലോ എന്ന്. ഇറ്റ് ഈസ് എ സബ്ജക്റ്റ് മാറ്റർ, അതൊരു സബ്ജക്റ്റ് മാറ്ററും കൂടിയാണ്. സ്പീക്കേഴ്സിൻ്റെ മൈൻഡിലുള്ള തോട്ട്സിനെ സബ്ലിമിറ്റിയിലേക്ക് എത്തിക്കുന്നു, അതായത് സ്പീക്കേഴ്സിൻ്റെ മൈൻഡിലുള്ള തോട്ട്സ് നമ്മളെ സബ്ലിമിറ്റിലേക്ക് എത്തിക്കുന്നു. അവരുടെ മൈൻഡിലുള്ള നല്ല ഗ്രേറ്റ് ആയിട്ടുള്ള തോട്ട്സ്, ചുമ്മാ തോട്ട്സ് അല്ല, നല്ല ഗ്രേറ്റ് ആയിട്ടുള്ള തോട്ട്സ് സബ്ലിമിറ്റിയിലേക്ക് എത്തിക്കുന്നു. പിന്നെ ഇറ്റ് ഹെൽപ്സ് ടു ഗോ ഇറ്റ് ഹെൽപ്പ് ദ റീഡേഴ്സ് ഗോ ഫ്രം തിങ്സ് ദാറ്റ് ഇറിറ്റേറ്റ് അസ്, അതായത് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന തോട്ട്സിൽ നിന്നും അതിൽ നിന്നൊക്കെ നമ്മളെ മാറ്റി നിർത്താൻ, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ മാറ്റി ഒരു ഹാപ്പിനെസ് തരാൻ ഈ ഒരു സബ്ലിമിറ്റിക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. ഇനി കുറച്ച് പോയിൻറ്റ്സ് പറയാൻ. സബ്ലിമിറ്റി എന്ന് വെച്ചാൽ സബ്ജക്റ്റ് മാറ്ററാണ്, ലോഫ്റ്റി ലാംഗ്വേജിലാണ് എഴുതുന്നത്, അതായത് ഗുഡ് ലാംഗ്വേജിൽ നല്ല എക്സ്പ്രഷൻസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് എഴുതിയേക്കുന്ന ഒരു കാര്യമായിരിക്കണം സബ്ലിമിറ്റി എന്ന് പറയുന്നത്. സ്പീക്കറിൻ്റെ ഫീലിങ്സ് ലിസണർ അഥവാ റീഡേഴ്സിലോട്ട് ഇത് എത്തിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സബ്ലിമിറ്റിനെ കാണുന്നത്. പിന്നെ കുറച്ച് ഫോൾട്ടുകളുണ്ട് ഈ ഒരു സബ്ലിമിറ്റിയിൽ. 3 മിസ്റ്റേക്സ് ആണ്. 1 ടർബിഡിറ്റി ഓഫ് എക്സ്പ്രഷൻ, 2 പ്യൂരിറ്റി, 3 പാരന്തീസിസ്. ഓക്കെ, അപ്പം ഈ ടർബിഡിറ്റി എന്ന് പറയുന്നത് ദ ലാംഗ്വേജ് ദാറ്റ് വി കനോട്ട് അണ്ടർസ്റ്റാൻഡ്, നമുക്ക് മനസ്സിലാകാത്ത രീതിയിലായി പോകുക. അതായത് അവർ ഭയങ്കര എഴുതുന്ന രീതിയിൽ ഭയങ്കര കാവ്യാത്മകമായിട്ടും, പിന്നെ വേറൊരു സാധനം കൂടി ഉണ്ടായിരുന്നല്ലോ, ഭയങ്കര ക്രിയാത്മകമായിട്ടും, പിന്നെ അതുപോലത്തെ ആത്മകമായിട്ടൊക്കെ എഴുതുന്നതിനാണ് ഈ ഒരു ടർബിഡിറ്റി എന്നത്. നമുക്ക് നോർമൽ പീപ്പിളിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ലാംഗ്വേജ്, അതിനെയാണ് പറയുന്നത്. പിന്നെ പ്യുവാലിറ്റി എന്ന് വെച്ചാൽ ഓവറായിട്ടുള്ള ഈസ്റ്റിക് ആയിട്ടുള്ള ചിന്ത കാരണം നമുക്ക് വാക്കുകൾ കിട്ടുക. അതുപോലെ നമ്മൾ എക്സാമിനൊക്കെ ഭയങ്കരമായിട്ട് പഠിച്ചിട്ട് പോയ പോർഷൻ ആയിരിക്കും, നമ്മൾ എഴുതി വരുമ്പോൾ അപ്പോൾ നമുക്ക് വാക്കുകൾ കിട്ടാതെ വരും. അതുപോലെ തന്നെ ചിലരൊക്കെ നമുക്കിങ്ങനെ വലിയ അവാർഡുകളൊക്കെ സിനിമയിലൊക്കെ സ്റ്റേജിലൊക്കെ കയറി അവാർഡുകൾ മേടിക്കും, എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല എന്ന് പറയുന്നു. അതുപോലെ നമ്മുടെ ഫീലിങ്സ് ആൻഡ് എക്സ്പ്രഷൻസ് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ള ആ ഒരു വാക്കുകൾ കിട്ടായ്മയാണ് ഈ ഒരു പ്യുവാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ പാരന്തീസിസ്, ഇത് സമയത്ത് അല്ലാതെ നമ്മളെ എക്സ്പ്രസ് ചെയ്യുക, അതായത് നമ്മൾ സമയം മാറ്റി ചെയ്യാന്ന് പറയത്തില്ലേ, സമയം മാറ്റി ചെയ്യാന്ന് വെച്ചാൽ എന്താ പറയുന്നത്, ഇപ്പം ഒരാളോടൊരു കാര്യം പറഞ്ഞു, പക്ഷെ ആ പറഞ്ഞ കാര്യം കറക്റ്റാണ്, പറഞ്ഞ ആളും കറക്റ്റാണ്, പക്ഷെ പറഞ്ഞ സമയം മാത്രം മാറിപ്പോയി എന്ന് നമുക്ക് പലപ്പോഴും തോന്നാറില്ലേ. ആ ഒരു സംഭവം തന്നെയാണ് ഈ ഒരു പാരന്തീസിസ് എന്ന് വെച്ചാൽ. അപ്പം ഇത്രയാണ് ഫോൾട്ട് വരുന്ന സബ്ലിമിറ്റിക്കകത്ത്. ഇനി അടുത്ത ഒരു സെക്ഷനിലോട്ട് പോവുകയാണ്. ഇവിടെ ട്രൂ സബ്ലിമിറ്റിയും ഫോൾസ് സബ്ലിമിറ്റിയും ഉണ്ട്.
ട്രൂ സബ്ലിമിറ്റി എന്ന് വെച്ചാൽ ലോഫ്റ്റി ലാംഗ്വേജ് ആയിരിക്കും, അടിപൊളി ലാംഗ്വേജ് ആയിരിക്കും. കീപ് അസ് ജോയ് ആൻഡ് ഹാപ്പിനെസ്, നമുക്ക് നല്ല ജോയും ഹാപ്പിനെസ് ഒക്കെ തരും, നല്ല ഗുഡ് തിങ് ആയിരിക്കും ആ ഒരു ട്രൂ സബ്ലിമിറ്റി എന്ന് പറയുന്നത്. ഇനി ഫോൾസ് സബ്ലിമിറ്റിയിലാണെങ്കിലോ നോട്ട് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ആർ പ്രസൻറ്റഡ്, അത് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത തിങ്സ് വാരി വലിച്ച് ചുമ്മാ ആയിരിക്കും. ചീപ്പ് ഡിസ്പ്ലേ ഓഫ് പാഷൻ, ഭയങ്കരമായിട്ടുള്ള ചീപ്പായിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും അതിനകത്ത് യൂസ് ചെയ്യുന്നത്. നല്ല ഡിക്ഷനിലായിരിക്കത്തില്ല, നല്ല വേർഡ്സ് യൂസ് ചെയ്താകത്തില്ല, നമ്മളത് വായിക്കുന്നുണ്ട് നമുക്കൊരു ഗുണവും കിട്ടത്തില്ല. നമുക്ക് വലിയ സങ്കടം ഉണ്ടെങ്കിൽ ആ സങ്കടം കൂടത്തേ ഉള്ളതായിരിക്കും. നമുക്ക് ആ ഒരു വർക്ക് വായിക്കുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻസ് ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട്. അതായത് നമ്മൾ നോർമലായിട്ടിരിക്കും, പക്ഷേ ആ ഒരു വർക്ക് വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കൺഫ്യൂഷൻ ആയിരിക്കും എന്താ എങ്ങനെയാണെന്നൊക്കെ. സോ ആ ഒരു രീതിയിലുള്ള വർക്ക്സ് തന്നെയാണ് ഫോൾസ് സബ്ലൈം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ പുള്ളിക്കാരല്ലേ സീസ്ലെസ്, പുള്ളിക്കാരൻ 5 സോഴ്സസ് ഓഫ് സബ്ലിമിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ 5ഉം തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലോഞ്ചീനിയസ് ഇല്ലേ വേറൊരു 5 കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് വെച്ചാൽ ഗ്രാൻഡിയർ ഓഫ് തോട്ട്സ്, അത് നല്ല ഗ്രേറ്റ് തോട്ട്സ് ആണ്. രണ്ടാമത്തെ അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് ഫിഗർ ഓഫ് സ്പീച്ച്, നല്ല ഫിഗർ ഓഫ് സ്പീച്ച്, അതായത് മറ്റേ മെറ്റഫർ സിമിലി അതൊക്കെ ഇല്ലേ ഫിഗർ ഓഫ് സ്പീച്ചുകൾ, അതൊക്കെ നല്ല അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്ലേസിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ എക്സലൻസ് ഓഫ് സ്റ്റൈല്, നല്ല എക്സലൻ്റ് ആയിട്ട് നല്ല സ്റ്റൈലിലൊക്കെ എഴുതുക. യൂസ് ഓഫ് ഡിക്ഷൻ എന്ന് വെച്ചാൽ വേർഡ്, അപ്പോൾ നല്ല വേർഡിൽ എഴുതുക. നോബിൾ കമ്പോസിഷൻ ആൻഡ് അറേഞ്ച്മെൻറ്റ്, നല്ല കോമ്പോസിഷനും അതുപോലെ തന്നെ അറേഞ്ച്മെൻറ്റ്സും വേണം എന്നാണ് പറയുന്നത്. പിന്നെ ഫസ്റ്റ് വൺ നമുക്കിതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വന്നാണ് ഗ്രാൻഡിയർ ഓഫ് തോട്ട്. ഇവിടെ നല്ല ഗ്രേറ്റ് ആയിട്ടുള്ള തോട്ട്സിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ഈ ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ നല്ല ഗ്രേറ്റ് തോട്ട് എഴുതിയിരിക്കുന്നത് നമ്മുടെ മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റ് ഇല്ലേ, ആ ഇതൊക്കെ നല്ലൊരു നമുക്ക് സബ്ലിമിറ്റി തരുന്ന നല്ല വർക്കുകളാണ്. നല്ല സ്റ്റൈലായിരിക്കും, നല്ല നല്ല ആപ്റ്റായിട്ടുള്ള വൈസായിട്ടുള്ള ഒരു സ്റ്റൈലായിരിക്കും കൊടുത്തിരിക്കുന്നത് അതിനകത്ത്. അതുപോലെ തന്നെ ഐഡിയാസ്, അതിൽ പറയുന്ന ഐഡിയാസ് തമ്മിലൊരു കണക്ഷൻ ഉണ്ടാകും. അതിനകത്ത് എല്ലാം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഫുള്ളും അടിപൊളിയായിരിക്കും, നല്ല തോട്ട്സ് ആയിരിക്കും, നല്ല നമുക്കത് വായിക്കുമ്പം നമുക്ക് തന്നെ ഒരു വായിച്ചല്ലോ എന്നുള്ള ഓർത്ത് സന്തോഷം കിട്ടുന്ന ആ ഒരു ടൈപ്പായിരിക്കും ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. രണ്ടാമതെന്ന് വെച്ചാൽ അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് ഫിഗർ ഓഫ് സ്പീച്ച്, അതായത് നമ്മൾ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഇല്ലേ, മറ്റേ മെറ്റഫർ സിമിലി ഹൈപ്പർബോൾ അതുപോലത്തെ സംഭവം അതൊക്കെ അതാത് സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുക എന്നതാണ്. പിന്നെ വരുന്നതാണ് എക്സലൻസ് ഓഫ് സ്റ്റൈല്, നല്ല സ്റ്റൈലിൽ എഴുതുക, അടിപൊളിയായിട്ട് നല്ല സ്ട്രക്ചറൊക്കെ ഫോം ചെയ്തുകൊണ്ട് അലമ്പ് എന്ന രീതിയിൽ നിന്ന് മാറ്റി നല്ല നീറ്റ് ആൻഡ് നല്ല കണ്ടീഷനായിട്ട് എഴുതുക എന്ന് വെച്ചാണ്. പിന്നെ യൂസ് ഓഫ് ഡിക്ഷൻ എന്ന് പറയുന്ന വാക്കിന് വേർഡ് എന്നാണ് അർത്ഥം. നല്ല വേർഡ്സ് യൂസ് ചെയ്യുക, അതായത് നമുക്കറിയാം ഒരു മീനിങ് ഉള്ള പല വേർഡ്സ് ഉണ്ടായിരിക്കും. ആ ഒരു വേർഡ്സിൽ നിന്ന് ഏറ്റവും ബെസ്റ്റായിട്ടും ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടും നമ്മുടെ വർക്കിൻ്റെ അകത്ത് നമ്മുടെ ആ വർക്കിൻ്റെ സിറ്റുവേഷൻസിനകത്ത് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള വേർഡ്സ് ചൂസ് ചെയ്ത് എഴുതുന്നതിനാണ് അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് ഡിക്ഷൻ അല്ലെങ്കിൽ യൂസ് ഓഫ് ഡിക്ഷൻ എന്ന് പറയുന്നത്. ദെൻ ഫൈനലി നോബിൾ കമ്പോസിഷൻ അല്ലെങ്കിൽ കോമ്പോസിഷൻ ഓഫ് അറേഞ്ച്മെൻറ്റ്, നമുക്ക് കറക്റ്റായിട്ടുള്ള അറേഞ്ച്മെൻറ്റ് കോമ്പോസ് ചെയ്യാം. നമ്മൾ പാട്ടൊക്കെ കമ്പോസ് ചെയ്യാന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ നല്ല രീതി കമ്പോസ് ചെയ്ത് പാട്ട് കേൾക്കാൻ നല്ല രസമായിരിക്കും. സോ അതുപോലെ തന്നെയാണ് ഇവിടെ നല്ല രീതിയിൽ കമ്പോസ് ചെയ്തിട്ടുള്ള നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു വർക്ക് വായിക്കാൻ നല്ല രസമായിരിക്കും. ആ ഒരു രസത്തിൽ കൂടി തന്നെ നമുക്ക് സബ്ലിമിറ്റിയിലോട്ട് എത്താനും പറ്റും എന്നാണ് ലോഞ്ചിനസ് പറയുന്നത്. ഇതാണ് ലോഞ്ചിനസിൻ്റെ 5 പോയിൻറ്റ്സ് നമ്മുടെ സബ്ലിമിറ്റിയിലോട്ട് വരുന്നത്. സോ അപ്പോൾ ഇത്രയാണ് മൊത്തത്തിൽ വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഓർക്കുന്നു. എന്നാണെങ്കിലും കുറച്ച് കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, സിമ്പിളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, മനസ്സിലാകുന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓൾസോ നിങ്ങൾക്ക് നോട്ട്സ് വേണമെങ്കിൽ, അതായത് ഈ ഒരു വിഷയത്തിനല്ല ഏത് വിഷയത്തിൻ്റെ നോട്ട് വേണമെങ്കിലും നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ കയറി ആ ചാനലിൽ ജോയിൻ ചെയ്യാം. നമുക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ അതിനകത്ത് റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ.